വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുക പഴം അല്ലാതെ സാധാ മസാലയിലാക്കിയിട്ടാണല്ലോ. അപ്പോൾ ഇന്ന് ആവിയിൽ വേവിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ മസാല എങ്ങനെയാണെന്ന് നോക്കാം. മസാല എല്ലാം അതിൻ്റെ ബാറ്റർ എങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ആവിയിൽ വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കും. നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ എടുക്കുന്നത് ആട്ടപ്പൊടി കേട്ടോ. സാധാരണ മൈദ എടുക്കുക, ആട്ടപ്പൊടി യൂസ് ചെയ്യാം, കുറച്ചുകൂടെ ക്രിസ്പി ആയിരിക്കും. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അടുത്ത കുറച്ച് റവ കേട്ടോ, ഒരു സ്പൂൺ റവ ഇട്ട് കൊടുക്കാം, അതിനൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാം ഇട്ടതിന് ശേഷമാണ് മിക്സ് ചെയ്യാറ്. ഷുഗർ ഇട്ട് കൊടുക്കുക നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട്. പിന്നെ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ, ആ ഒരു മധുരത്തിൻ്റെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിൽ ചെറിയ ജീരകമുണ്ട്, കുഞ്ഞു ജീരകം, ഇതും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ, അങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മളൊരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒരു എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ. ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസാവാത്ത രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ച പഴം ആയിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കുക. നല്ല ചൂടാട്ടോ, ചൂട് പോയിട്ട് നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ അധികം പഴുത്തിട്ടില്ലെങ്കിലും നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ ആ പഴത്തിനൊരു നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ലൊരു ആ പച്ച ടേസ്റ്റ് മാറിയിട്ട് നല്ലൊരു രുചി ഉണ്ടാവും. പഴംപൊരിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇവിടെ നീളത്തിലുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ സ്മോൾ പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാകുമ്പം നമ്മൾ ബാറ്ററിൽ പഴം, നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴം നീളത്തിൽ അരിഞ്ഞത് മുക്കിയിട്ട് നമ്മൾ പൊരിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അടിയത്തെ എടുക്കണ്ട, മുകളിലത്തെ എടുത്തോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.